ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അതോടൊപ്പം തന്നെ ചെറിയൊരു സന്തോഷം കൂടെയുണ്ട്. 2 വർഷം സ്കൂളിലേക്ക് പോയിട്ടും യൂണിഫോം ഇടാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 വർഷം. LKGയും UKGയും കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് മോളായിട്ടുള്ളത്. അപ്പോൾ അവളുടെ പുതിയ യൂണിഫോം, അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫാൻസിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് സ്കൂൾ ഷൂ വാങ്ങാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാൻസിയിലേക്ക് മക്കളെയും കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥ, കാണുന്ന സാധനങ്ങൾക്കെല്ലാം മക്കൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ എൻ്റെ മോളും അതുപോലെ തന്നെയാണ്. സ്കൂളിലേക്കുള്ള കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. സ്കൂൾ യൂണിഫോം പിങ്ക് ആൻഡ് ഗ്രേ കളറായിരുന്നു. അപ്പോൾ അതിലേക്ക് മാച്ചായിട്ടുള്ള കുറച്ച് വളകളും ഫാൻസി ഐറ്റംസും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഫാൻസിയിൽ നിന്നും ഓരോന്നായിട്ടും സെലക്ട് ചെയ്യുകയാണ്. ഫാൻസിയിലേക്ക് പോയപ്പോൾ എനിക്ക് എല്ലാ സാധനവും ഇഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ കുറേ ടോയ്സും വളകളും മാലകളും ഡിക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ സെലക്ട് ചെയ്ത ശേഷം പിന്നെ GDS ഹൈപ്പർ മാർട്ട്, ചേളാരിയിലേക്കുള്ള GDS ഹൈപ്പർ മാർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ സ്കൂളിനും അതുപോലെ ഹോം അപ്ലിക്കൻസിനും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിയിട്ട് പോരാം. അപ്പോൾ ആദ്യം തന്നെ ഷൂവിന് വേണ്ടിയിട്ട് GDSലെ ഫുട്വെയർ സ്റ്റാളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അവിടെയുള്ള ഫുട്വെയർസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരുപാട് ഫുട്വെയർസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. വുമൻസിനുള്ളതും അതുപോലെ ജെൻസിനുള്ളതും കുട്ടികൾക്കുള്ളതും ഫാൻസി ഐറ്റംസും ഡെയിലി വെയേഴ്സും അതുപോലെ വീട്ടിനുള്ളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ചെരുപ്പുകളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മുകളിലെ സെക്ഷനിൽ ഗേൾസിനുള്ളതും കുട്ടികൾക്കുള്ളതുമാണ്. അതുപോലെ താഴെ സെക്ഷനിൽ ജെൻസിനുള്ള ഫുട്വെയർസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്കുള്ള സ്കൂൾ ഷൂ വാങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ സ്കൂളിലേക്കുള്ള സ്കൂൾ ഷൂ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സ്കൂൾ മാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലേക്കുള്ള ഐറ്റംസൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഓൾറെഡി വാട്ടർ ബോട്ടിലൊക്കെ കഴിഞ്ഞ വർഷം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും കൂടെ പുതിയ സ്കൂളിലേക്കൊക്കെ ആകുമ്പോൾ പുതിയത് വേണമെന്ന് കുട്ടികൾക്ക് ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റഡി ടേബിളിൻ്റെ കളക്ഷൻസും ബാഗ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ നിന്ന് പുതിയ വാട്ടർ ബോട്ടിൽ വാങ്ങി. അപ്പോൾ നമ്മളെ താഴേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് സ്കൂളിലേക്കുള്ള ആക്സസറീസും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ബോക്സിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട്. ഒരുപാട് വിലയുള്ള നല്ല നല്ല ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ചെറിയ അവൾക്ക് പറ്റിയ 1ാം ക്ലാസ്സിലേക്കുള്ള ഒരു ബോക്സും കുറച്ച് കാര്യങ്ങളും കൂടെ വാങ്ങിയിട്ട് പിന്നെ ഒരു കാര്യം കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് GDSലെ ഹോം അപ്ലിക്കൻസിലാണ് കയറുന്നത്. അവിടെയാണ് ആ സാധനം ഉള്ളത്. അതായത് എന്താണ് വാങ്ങുന്നതെന്ന് നമുക്ക് കാണാം. ഞങ്ങൾക്ക് സ്കൂളിൽ പാല് കിട്ടും, അതുകൊണ്ട് നമുക്ക് പാലിനുള്ള കപ്പ് വാങ്ങാം. അപ്പോൾ അവിടെ ഒരുപാട് കപ്പ് കളക്ഷൻസും പാത്രങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒരു കപ്പ് സെലക്ട് ചെയ്യുകയാണ്. പല റേറ്റിലുള്ള കപ്സും ഉണ്ട്. 155 അങ്ങനെ സ്റ്റാർട്ടാക്കുന്ന പല കപ്പുകളുണ്ട്. അതിലും വില കുറഞ്ഞതുണ്ട്. ഒരു 155 രൂപയിലുള്ള ഒരു കപ്പാണ് വാങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ വെജിറ്റബിളും കുറച്ച് കാര്യങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. അതിനുശേഷം ഇവിടെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് NH ആണ് കേട്ടോ. NHൻ്റെ 2 സൈഡിലും ഒരുപാട് ബിൽഡിങ്ങുകളും വീടുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അവിടെ JCB ഒക്കെ ഉണ്ട്, മണ്ണൊക്കെ മാന്തിയെടുക്കാനായിട്ടും. അതുപോലെ തന്നെ ഫില്ലറൊക്കെ ഉണ്ട്, റോഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഫില്ലേഴ്സൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ സാധനങ്ങളൊക്കെ വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അവൾക്ക്. അപ്പോൾ ഇതാ ഒരു ഷൂ വാങ്ങാൻ പോയാൽ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് എനിക്ക് ചെറിയൊരു ക്ലേ വാങ്ങിയിരുന്നു. അപ്പോൾ അവൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ ക്ലേ വാങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ കളിക്കാനായിട്ട് ക്ലേയും അതുപോലെ സ്ലൈമൊക്കെയാണല്ലോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ക്ലേ അവൾക്കായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ അൺബോക്സ് ചെയ്യാം.
ഇതിങ്ങനെ തുറക്കാം. തുറന്ന് നോക്കാം. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബോക്സാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫാൻസി ഐറ്റംസ് എന്ന് കാണിക്കാം. ചെറിയ മുടിമലേക്ക് ഇടുന്ന ആക്സസറീസാണ് അവൾക്ക് കൂടുതലായിട്ടും വാങ്ങാറ്. അപ്പോൾ യൂണിഫോമിലേക്ക് മാച്ചായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലേ ആയിട്ട് കളിക്കുന്നത് കാണിച്ച് തരട്ടെ. അപ്പോൾ നമ്മൾ അത് തുറന്നിട്ടുണ്ട്, അതിമ അച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിമുള്ള കവറ് പൊളിച്ചിടാം. ഇതിൽ 6 കളർ ഉണ്ട്: വയലറ്റ്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, പിങ്ക്, അത്ര കളറുള്ളൂ. ഞാൻ എൻ്റെ മോളുടെ ആദ്യം തന്നെ എടുത്തത്. അതിൽ നമുക്ക് ക്ലേ നിറച്ചിട്ട് എടുത്ത് നോക്കാം. ക്ലേ കൊണ്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ട വയലറ്റ് കളർ കൊണ്ടാണ് നമ്മളിപ്പോൾ ഐസ്ക്രീം ഉണ്ടായിട്ടുള്ളത്. പിങ്ക് കളറുള്ള പൈനാപ്പിളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പിങ്ക് കളറുള്ള ക്ലേ ഒക്കെ നിറയ്ക്കാം. നന്നായിട്ട് എല്ലാവർക്കും പ്രസ് ചെയ്യാം. സ്കൂളിൻ്റെ യൂണിഫോം ഇതാണ്. യൂണിഫോം അടിച്ചാൽ കൊടുത്തിട്ട് കിട്ടിയേക്കണ്. പിന്നെ ബെൽറ്റ് ഇതാണ്. പിന്നെ ഹെയർ ബാൻഡൊക്കെ നമുക്ക് ഇട്ട് പോവാം. റിബണും മാലയും ടിക്കും വളയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്കൂൾ ഷൂവും സ്കൂൾ ഷോക്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.